ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 15ലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് the third term 37 and seventh term 73. ഓക്കെ, എന്താണ് തന്നേക്കുന്നത്? തേർഡ് ടേം 37 എന്നും സെവൻത് ടേം 73 എന്നും തന്നിട്ടുണ്ട്. ആ സീക്വൻസിലുള്ള ആദ്യത്തെ 5 ടേമുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് ഒന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് സെക്കൻഡ് ടേം തന്നിട്ടില്ല. ഇത് തേർഡ് ടേം എത്ര തന്നിട്ടുണ്ട്? 37. ഫോർത്ത് ടേം തന്നിട്ടില്ല. ഫിഫ്ത്ത് തന്നിട്ടില്ല. സിക്സ്ത് തന്നിട്ടില്ല. സെവൻത് ടേം എന്ത് തന്നിട്ടുണ്ട്? 73 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ ഇവിടെ ഫസ്റ്റ് തൊട്ട് ഫിഫ്ത്ത് വരെയുള്ള സീക്വൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്പേഴ്സ് സീക്വൻസിലെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കൂ. അതിനു വേണ്ടിയിട്ട് ഈ തേർഡ് ടേമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തേർഡ് ടേമിൽ നിന്ന് ഫോർത്ത് ടേം എന്ത് ചെയ്യും? ഒരു ഡി ആഡ് ചെയ്യും. ഫോർത്തിന്ന് ഫിഫ്ത്ത് എത്താൻ ഒരു ഡി ആഡ് ചെയ്യും. ഫിഫ്തീന്ന് സിക്സ്ത് എത്താൻ ഒരു ഡി ആഡ് ചെയ്യും. സിക്സ്തീന്ന് സെവൻത് എത്താൻ ഒരു പ്ലസ് ഡി ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ തേർഡ് ടേമിന്റെ അവിടുന്ന് സെവൻത് ടേം എത്താൻ നമ്മൾ എത്ര ഡി ആഡ് ചെയ്യും? 4 ഡി ആഡ് ചെയ്യും അല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 7 - 3 ഇൻറ്റു ഡി എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. തേർഡ് ടേം തൊട്ടാ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് ടേം പ്ലസ് 7 - 3 ഇൻറ്റു ഡി ഈക്വൽ ടു സെവൻത് ടേം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്തെഴുതാം? 7 - 3 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു സെവൻത് ടേം മൈനസ് തേർഡ് ടേം. ഇവിടുന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഈ 7 - 3 ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയാൽ മതി. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു സെവൻത് ടേം മൈനസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 7 - 3. ഇനി ഒന്ന് നോക്കിയേ, ഈ സെവൻത് ടേം മൈനസ് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ടേമുകളാണ് അല്ലേ? അപ്പൊ ഇതെന്താ? നമുക്ക് ടേം ഡിഫറൻസ് അല്ലേ കിട്ടിയിരിക്കുന്നത്? ടേം ഡിഫറൻസ്. ഇനി 7 - 3 എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? പൊസിഷനാണ് അല്ലേ? പൊസിഷനുകളുടെ ഡിഫറൻസ്. അപ്പൊ നന്നായിട്ട് സീക്വൻസ് തന്നിരിക്കുമ്പോൾ ഏതാണ് പൊസിഷൻ, ഏതാണ് ടേം എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് ഈ ഇത് എഴുതിയേക്കുന്ന താഴെ തന്നിരിക്കുന്ന ഇത് നമ്മളുടെ പൊസിഷനാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ പൊസിഷൻ. മുകളിൽ തന്നിരിക്കുന്ന ഈ ടേംസ് എത്ര ടേം ആണെന്ന് പറയുന്നതാണ് നമ്മളുടെ ടേം ഡിഫറൻസ് വരുന്നത്. അപ്പൊ താഴെ എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്? പൊസിഷൻ ഡിഫറൻസ്. സോ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടിയതാണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ നമുക്ക് ഷോർട്ട് ഫോം ആക്കി ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെ എഴുതാം? ടി ഡി ഡിവൈഡഡ് ബൈ പി ഡി എന്ന് എഴുതാം. ഡി ഈസ് ഈക്വൽ ടു ടി ഡി ഡിവൈഡഡ് ബൈ പി ഡി. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു സെവൻത് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 73 മൈനസ് തേർഡ് ടേം എന്താ? 37 ഡിവൈഡഡ് ബൈ 7 - 3. നമുക്ക് എന്ത് കിട്ടും? 73 - 67 എന്ത് കിട്ടും? 36 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 9. ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി?
9 എന്ന് കിട്ടി. D is equal to 9. കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഫസ്റ്റ് 5 ടേംസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് തേർഡ് ടേമിന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു -d ചെയ്യണം. അവിടുന്ന് സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഒരു -d കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം -d. തേർഡ് ടേം എന്താ വരുന്നത്? 37 മൈനസ് കോമൺ ഡിഫറൻസ് 9 എന്ത് കിട്ടും? 28. ഇനി ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേമിന്ന് ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. സെക്കൻഡ് ടേം -d. സെക്കൻഡ് ടേം എന്താ നമുക്ക് കിട്ടിയത്? 28 മൈനസ് 9 എന്ത് കിട്ടും? 19. അപ്പോൾ ഇവിടെ രണ്ടും കിട്ടി, തേർഡ് ടേം കിട്ടി. ഇനി ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. തേർഡ് ടേം എന്താ? 37 പ്ലസ് d എന്താണ്? 9. എന്ത് കിട്ടി നമുക്ക്? 46. ഇനി ഫിഫ്ത്ത് ടേം എന്ത് കണ്ടുപിടിക്കും? ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം പ്ലസ് d. ഫോർത്ത് ടേം എന്താണ് നമുക്ക് കിട്ടിയത്? 46 പ്ലസ് 9 ദാറ്റ് ഈസ് 55. അപ്പം നമുക്ക് സീക്വൻസിലെ എല്ലാ നമ്പേഴ്സും കിട്ടിയില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ആദ്യത്തെ 5 ടേമുകൾ നമുക്ക് എഴുതാമല്ലോ. എന്താ? ഫസ്റ്റ് ടേം എന്താ കിട്ടിയേക്കുന്നത്? 19. സെക്കൻഡ് ടേം എന്ത് കിട്ടി? 28. തേർഡ് ടേം 37. ഫോർത്ത് ടേം 46. ഫിഫ്ത്ത് ടേം 55. അപ്പോൾ ആദ്യത്തെ 5 പദങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് തേർഡ് ടേം 34, സിക്സ്ത് ടേം 67 അല്ലേ? ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എത്ര ടേം വരെയുണ്ട്? സിക്സ്ത് ടേം വരെയുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എഴുതിക്കോളുക. സിക്സ്ത് ടേം 67, തേർഡ് ടേം 34 അല്ലേ? അപ്പം നമുക്ക് ടേം ഡിഫറൻസ് ഉണ്ട്, പൊസിഷൻ ഡിഫറൻസും ഉണ്ട് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് d കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പെട്ടെന്ന്, എളുപ്പം. ഇപ്പം d ഈസ് ഈക്വൽ ടു എന്താ? ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്ര? 6 മൈനസ് 3. ഓക്കെ, അപ്പം 67 മൈനസ് 34 എന്ത് കിട്ടും? 33 ഡിവൈഡഡ് ബൈ 3. 33 ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 11. d ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. ഇനി ആദ്യത്തെ 5 പദങ്ങളല്ലേ? അപ്പം തേർഡ് ടേമിന് ഒരു പ്ലസ് d ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. ഇവിടുന്ന് ഒരു പ്ലസ് d ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേം കിട്ടും. തേർഡ് ടേമിന് ഒരു -d ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. അവിടുന്ന് ഒരു -d ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ചെയ്യാമല്ലോ. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഫോർത്ത് ടേം കണ്ടുപിടിക്കാം അല്ലേ? ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് d. തേർഡ് ടേം എന്താ? 34. കോമൺ ഡിഫറൻസ് എത്ര? 11. എന്ത് കിട്ടും? 45. ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാമല്ലോ. ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം പ്ലസ് d. ഫോർത്ത് ടേം എന്താ? 45 പ്ലസ് 11 എന്ത് കിട്ടും? 56.
ഇനി നമുക്ക് സെക്കൻഡ് ടേമാ കണ്ടുപിടിക്കണ്ടേ അല്ലേ? സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് ഡി. തേർഡ് ടേം എന്താ വരുന്നത്? 34. 34 മൈനസ് 11 എടുക്കുക. എന്ത് കിട്ടും? 23. ഇനി ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഡി. അപ്പം എന്ത് കിട്ടും? സെക്കൻഡ് ടേം 23 മൈനസ് 11 എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പം നമ്മുടെ സീക്വൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യത്തെ 5 പദങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? അപ്പം നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് ഈസ് ഈക്വൽ ടു, നമുക്ക് സീക്വൻസ് എന്ത് കിട്ടും? 12, 23, 34, 45, 56. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. നോക്കാമല്ലോ. ആദ്യത്തെ 5 പദങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. സിക്സ്ത് ടേം 76 ആണ്, തേർഡ് ടേം 43 ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും? 1, 2, 3 അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 76 മൈനസ് 43. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 മൈനസ് 3. 76 മൈനസ് 43 എന്ത് വരും? 33. ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 എന്ത് കിട്ടും? 3. ആൻസർ ഈസ് 11. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും കണ്ടുപിടിക്കണം, സെക്കൻഡും ഫസ്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് ഡി ആഡ് ചെയ്യണം തേർഡ് ടേമിൽ നിന്നും. ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ ഒരു പ്ലസ് ഡി ആഡ് ചെയ്യണം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ തേർഡ് ടേമിൽ നിന്ന് ഒരു മൈനസ് ഡി ചെയ്യുക. സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു മൈനസ് ഡി ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് ടേം. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് ഡി. തേർഡ് ടേം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 43 പ്ലസ് ഡി എന്താണ്? 11. അപ്പം എന്ത് കിട്ടും? 54. ഇനി ഫിഫ്ത്ത് ടേം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം പ്ലസ് ഡി. ദാറ്റ് ഈസ് ഫോർത്ത് ടേം എന്താണ് വന്നിരിക്കുന്നത്? 54 പ്ലസ് 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 65. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് ഡി മൈനസ് ഡി. മൈനസ് ആണല്ലോ ചെയ്യേണ്ടത്. തേർഡ് ടേം മൈനസ് ഡി. അപ്പോൾ എന്ത് കിട്ടും? തേർഡ് ടേം എന്താ? 43 മൈനസ് 11 എന്ത് കിട്ടും? 32. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം മൈനസ് ഡി. സെക്കൻഡ് ടേം എന്താണ്? 32 മൈനസ് 11 എന്ത് കിട്ടും? 21. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാം. 21, 32, 43, 54, 65. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3 അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്.
ഫിഫ്ത്ത് ടേം എന്താണ്? ടേം 3 തന്നിട്ടുണ്ട്, പിന്നെ തേർഡ് ടേം 2 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ ഇവിടെ എന്താ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3. അപ്പൊ 3 മൈനസ് 2 എന്ത് കിട്ടും? 1. 5 മൈനസ് 3 2. 1/2. D ഈസ് ഈക്വൽ ടു 1/2 കിട്ടും. ആദ്യത്തെ 5 പദങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തേർഡ് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്. ഫോർത്ത് കണ്ടുപിടിക്കാൻ ഇവിടുന്ന് ഒരു പ്ലസ് D ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? തേർഡ് ടേമിന്റെ കൂടെ പ്ലസ് ഒരു D ആഡ് ചെയ്താൽ മതി. അപ്പൊ തേർഡ് ടേം എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2 പ്ലസ് ഹാഫ്. 2 പ്ലസ് ഹാഫ് നമുക്ക് എന്ത് കിട്ടും? 2.5 അല്ലേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് D. തേർഡ് ടേം എന്താ? 2 മൈനസ് ഹാഫ്. 2 പോയാൽ എന്ത് കിട്ടും? 1.5. ഇനി ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടേം മൈനസ് D. സെക്കൻഡ് ടേം എന്താണ്? 1.5 മൈനസ് ഒരു അര കുറയ്ക്കണം. 1.5 പോയാൽ 1. എല്ലാ ടേമും ആയില്ലേ? ഇനി നമുക്ക് സീക്വൻസ് എഴുതിയാലോ? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1 1/2, തേർഡ് ടേം 2, ഫോർത്ത് ടേം 2 1/2, ഫിഫ്ത്ത് ടേം 3. 5 ടേം കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടേം 8, നയൻത് ടേം 10th അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫിഫ്ത്ത് ടേം 8 തന്നിട്ടുണ്ട്, സിക്സ്ത് തന്നിട്ടില്ല, സെവൻത് തന്നിട്ടില്ല, എയ്ത്ത് തന്നിട്ടില്ല, നയൻത് ടേം എന്തെന്ന് തന്നിട്ടുണ്ട്? 10. പെട്ടെന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 9 മൈനസ് 5. 10 മൈനസ് 8 2, 9 മൈനസ് 5 എന്ത് വരും? 4. ഇതിനെ ഇച്ചിരിയും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2. D ഈസ് ഈക്വൽ ടു 1/2. ഇനി ആദ്യത്തെ 5 പദങ്ങളല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഫിഫ്ത്ത് ടേം ഉണ്ട്, ഫോർത്ത് ടേം തൊട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്താ? ഒരു മൈനസ് D ചെയ്യണം. നെക്സ്റ്റ് അവിടുന്ന് ഒരു മൈനസ് D ചെയ്യണം, അവിടുന്ന് ഒരു മൈനസ് D, ഇവിടുന്ന് ഒരു മൈനസ് D. അപ്പോൾ ഫിഫ്ത്ത് ടേം നമുക്കുണ്ട്. ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 8. ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം മൈനസ് D. ഫിഫ്ത്ത് ടേം എന്താ? 8 മൈനസ് 1/2. എന്ത് കിട്ടും? 8ന്ന് ഹാഫ് പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? 7 1/2 അല്ലേ? 8ന്ന് പോയാൽ 7.5. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫോർത്ത് ടേം മൈനസ് D. ഫോർത്ത് ടേം എന്താ നമുക്ക് കിട്ടിയേ? 7.5 മൈനസ് ഹാഫ്. 7.5 പോയാൽ എന്ത് വരും നമുക്ക്? 7 വരും. ഇനി സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു എന്ത് വരും? തേർഡ് ടേം മൈനസ് D. തേർഡ് ടേം എന്താ വരുന്നത്?
7 മൈനസ് ഹാഫ്. 7 പോയാൽ എന്ത് വരും? 6. ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം മൈനസ് ഡി. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 6. 6 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 6. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാം. ഫസ്റ്റ് സീക്വൻസ് 6, 6 and half, 7, 7 and half, 8. 5 ടേം കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ടേം 7, സെവൻത് ടേം 5. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇല്ല, സെക്കൻഡ് ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല. ഫിഫ്ത്ത് ടേം എന്തെന്നുണ്ട്? 7. സിക്സ്ത് ടേം ഇല്ല. സെവൻത് ടേം എന്തുണ്ട്? 5 എന്നുണ്ട്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ടി ഡി ബൈ പി ഡി. ദാറ്റ് ഈസ് ടേം ഡിഫറൻസ് എന്ത് വരും? 5 മൈനസ് 7 ഡിവൈഡഡ് ബൈ എന്ത് വരും? 7 മൈനസ് 5. 5 മൈനസ് 7 നമ്മൾ എങ്ങനെ ചെയ്യും? -2 അല്ലേ? ഡിഫറൻസ് എടുക്കുക. ഡിവൈഡഡ് ബൈ 7 മൈനസ് 5 എന്ത് വരും? 2. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആദ്യത്തെ 5 പദങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇവിടം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? -d ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു എന്താ? ഫിഫ്ത്ത് ടേം -d. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 മൈനസ് -1 ദാറ്റ് ഈസ് എന്ത് വരും? 7 + 1 ഈക്വൽ ടു 8. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം -d. ഫോർത്ത് ടേം എന്താ? 8 മൈനസ് എന്ത് വരും? 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 + 1 ഈക്വൽ ടു 9 എന്ന് കിട്ടും. സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? തേർഡ് ടേം -d. ദാറ്റ് ഈസ് തേർഡ് ടേം എന്താ? 9 മൈനസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 1 ഈക്വൽ ടു 10. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം -d. സെക്കൻഡ് ടേം 10 മൈനസ് -1 ദാറ്റ് ഈസ് 10 + 1 ഈക്വൽ ടു എന്ത് കിട്ടും? 11. ഓക്കെ, അപ്പം നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് ഫസ്റ്റ് ടേം 11, സെക്കൻഡ് ടേം 10, തേർഡ് ടേം 9, ഫോർത്ത് ടേം 8, ഫിഫ്ത്ത് ടേം എന്ത് വരും? 7. 5 പദങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. കിട്ടിയല്ലോ. അപ്പോൾ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.